ഹായ്, ഷെല്ലീസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്നൊരു 6 കോഴിമുട്ടയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഈ കോഴിമുട്ട കൊണ്ട് നമ്മളൊരു കറിയാണ് വെക്കാൻ പോകുന്നത്. കൂട്ടുകാരെ, എനിക്കിന്ന് പറയാനുള്ളത്, നമ്മുടെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ട് കാണാമെന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് അറിയിക്കുക. അതുപോലെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ ഫേസ്ബുക്ക് പേജിലാണ് കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളൊന്ന് ഫോളോ ചെയ്യാനും മറന്നു പോകരുതേ. അപ്പോൾ നമുക്ക് മുട്ടക്കറി എങ്ങനെ വെക്കാമെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ഈ മുട്ട ഓരോന്നും കൂടെ പൊട്ടിച്ചൊഴിക്കാം. എല്ലാം നമുക്ക് ഇതുപോലെ പൊട്ടിച്ചൊഴിക്കാം. അപ്പോൾ നമ്മൾ ഈ മുട്ട ഈ കവറിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. 6 എണ്ണം നമ്മൾ എടുത്തിട്ടുള്ളത്. കണ്ടോ, നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമുക്കൊന്ന് ടൈറ്റാക്കിയിട്ട് ഒന്ന് കെട്ടിയെടുക്കാം. പോവാണ്ടിരുന്നാൽ മതി കേട്ടോ. ഇനി ഒന്ന് വെച്ച് കൊടുക്കാം. ഉണ്ടോ, നമ്മൾ കുറച്ച് വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ട്. വെള്ളം നന്നായിട്ടൊന്ന് ചൂടായി വരട്ടെ. നമ്മുടെ വെള്ളം ഒന്ന് തിളച്ചിട്ടുണ്ട്. നമുക്കിത് വെച്ച് കൊടുക്കാം. 2 കവറുണ്ട് കേട്ടോ അതിൽ. നമുക്കിതൊന്ന് പുഴുങ്ങിയെടുക്കാം. അടച്ചു കൊടുക്കാം. നമ്മൾ 2 തക്കാളി എടുത്തിട്ടുണ്ട്. ഈ തക്കാളി നമുക്കൊന്ന് അടിച്ചെടുക്കാം. നമ്മുടെ മുട്ട വെന്തിട്ടുണ്ട്. നമുക്കിനി മാറ്റി ഒത്തിരി തണുത്ത വെള്ളത്തിലിടാം. ഇങ്ങനെ നമുക്ക് ഇളക്കിയെടുക്കാം. ഇനി നമുക്കൊന്ന് മുറിച്ചെടുക്കാം. നമ്മളിങ്ങനെ മുറിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളൊന്ന് മുറിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾക്ക് ഒരു ചെറിയ കഷ്ണം കറുകപ്പട്ട, തക്കോലം, ഗ്രാമ്പൂ, വേലിപ്പ് ചേർത്ത് കൊടുക്കാം. സവാള ചേർത്ത് കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. പച്ചമുളക് ചേർത്ത് കൊടുക്കാം. നമ്മൾ 4 പച്ചമുളകാണ് എടുത്തത്. കറിവേപ്പില ചേർത്ത് കൊടുക്കാം. നമ്മുടെ സവാളയൊക്കെ ഒന്ന് വഴണ്ടി വന്നിട്ടുണ്ട്. നമുക്കിനി പൊടികൾ ചേർത്ത് കൊടുക്കാം. നമ്മൾ കുറച്ച് ഇറച്ചി മസാല എടുത്തിട്ടുണ്ട്. അത് ബീഫ് മസാലയാണത്. പിന്നെ നമ്മൾ ഇത്തിരി മല്ലിപ്പൊടി, കുറച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടി. ഇതിന് തക്കാളി അരച്ചുകൊണ്ടൊന്ന് ഒഴിച്ചു കൊടുക്കാം. ശേഷം കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിന് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമുക്കിനി മുട്ട ചേർത്ത് കൊടുക്കാം. നമ്മൾ മുട്ട ഇത്തിരി വേവ് കുറഞ്ഞു പോയി കേട്ടോ. അപ്പം നിങ്ങളൊക്കെ വേവിക്കുമ്പോൾ ഒന്നുകൂടി വേവിച്ചെടുക്കുക. അപ്പോൾ അതൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കാം നമുക്ക്. ഇതെൻ്റെ ഒരു പരീക്ഷണമാണ് കേട്ടോ. അപ്പോൾ ഇത് നിങ്ങളിങ്ങനെ കാണിക്കാതെ വെച്ചു. അപ്പോൾ ഇതിൻ്റെ കൂടെ നമ്മൾ വെള്ളയപ്പമാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് കുറച്ച് ഗരം മസാലപ്പൊടി ഇട്ട് കൊടുക്കാം. കുറച്ചിടുന്നു കേട്ടോ. നമ്മളിനി ഒഴിക്കാൻ പോകുന്നത് തേങ്ങാപ്പാലാണ്. തേങ്ങയുടെ 1-ാം പാലാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത്. മിക്സ് ചെയ്ത് കൊടുക്കാം.
നോക്കാം കഷ്ണങ്ങൾ അങ്ങനെ ഉടഞ്ഞു പോയിട്ടൊന്നുമില്ല കേട്ടോ. കുറച്ച് കഷ്ണം ഇങ്ങനെ പൊടിഞ്ഞു പോയിട്ട് നമ്മൾ മുറിച്ചപ്പോൾ, എന്നാലും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾ വേവിക്കുമ്പോൾ നന്നായിട്ട് വേവിക്കുക, അതിൻ്റെ ഉള്ളിൽ വെള്ളം കടക്കാണ്ട് വേവിച്ചെടുക്കുക. ലേശം ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. അപ്പം നമ്മുടെ യൂട്യൂബ് ചാനലിലൊക്കെ നമ്മൾ വീഡിയോ ഇടുന്ന കാഴ്ചക്കാർ വളരെ കുറവാണ്. എന്താ നമ്മൾക്കറിയില്ല, അവർ വലിയ വലിയ വീഡിയോകൾ മാത്രമേ കാണുള്ളൂ. അപ്പോൾ അതിലേക്കാട്ടി നല്ല റെസിപ്പികൾ നമ്മളിട്ടാലും അതിന് കാഴ്ചക്കാരില്ല. അതെന്താന്ന് നമുക്കറിയില്ല. പക്ഷേ കാണുന്നവരെന്താന്ന്, കാണുന്ന ആൾക്കാരൊന്ന് ലൈക്ക് ചെയ്ത് പോവുകയോ അല്ലെങ്കിൽ ഒന്ന് കമൻറ്റ് ഇടുകയൊക്കെ ചെയ്താലേ നമ്മുടെ വീഡിയോ കയറി പോവുള്ളൂ. അപ്പം അതെല്ലാം മിക്ക ആൾക്കാർക്കും അറിയാം, എന്നാലും അവർ ചെയ്യില്ല അത്. കാരണം രക്ഷപ്പെട്ടു പോയാലോ എന്ന് വെച്ചിട്ടേ, ഇതിൽ നിന്നിട്ട് രക്ഷപ്പെടാനുള്ളത്. ഇതുവരെ ഇത് മോണിറ്റേഷൻ ആയിട്ടില്ല. ചിലപ്പോൾ തോന്നും ഇതങ്ങനെ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞെങ്കിലോ എന്ന് തോന്നും, അവസാനിപ്പിച്ചെങ്കിലോ എന്ന് തോന്നും. അങ്ങനെ ഒരു രണ്ട് മനസ്സിലാണ് ഞാൻ നിൽക്കുന്നത്. കുറച്ച് വെള്ളയപ്പത്തിന് മാവ് എടുത്തിട്ടുണ്ട്. നമുക്ക് ഒരു 3-4 വെള്ളയപ്പം നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. നമുക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം. ചട്ടി നന്നായിട്ട് ചൂടായതിന് ശേഷം മാത്രം നമ്മൾ മാവ് ഒഴിച്ചു കൊടുത്താൽ മതി. നമുക്കൊന്ന് അടച്ചു കൊടുക്കാം. നമുക്കൊന്ന് വെന്തൊന്ന് നോക്കാം. നമുക്ക് മുരിയണമെങ്കിൽ മുരിയിച്ചെടുക്കാം, അല്ല ആ മുരി ഉണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം. നമുക്ക് ഉണ്ടോ നമ്മുടെ വെള്ളപ്പം. നല്ല ചൂടുണ്ട്, കണ്ട. ഒരെണ്ണം ഉണ്ടാക്കാം നമുക്ക്. ചട്ടി എപ്പോഴും നല്ല ചൂട് വേണം കേട്ടോ, നല്ലത് ശരിക്കും കിട്ടുള്ളൂ. ഇങ്ങനെ അങ്ങോട്ട് ചിരിക്കുക. പ്ലെയിൻ ബോണ്ട് കേട്ടോ, ഞങ്ങളുടെ വീടിൻ്റെ മുകളിൽ കൂടെ നെടുമ്പാശ്ശേരിക്ക് പോകുന്നതാണ്. ഒന്ന് കുമ്പളകൾ ഇങ്ങനെ ഒന്ന് വന്നിട്ട് അടച്ചു കൊടുക്കുക. നമ്മുടെ അടുത്തത് എടുക്കാം. ഒരെണ്ണം കൂടെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. നമ്മൾ വെള്ളയപ്പം റെഡി ആക്കിയിട്ടുണ്ട് കേട്ടോ, നല്ല സോഫ്റ്റാണ്. എന്ത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇത് നമ്മുടെ റേഷൻ്റെ അരി കൊണ്ടാണ് നമ്മൾ ഇത് ഉണ്ടാക്കിയേക്കുന്നത്. നല്ല സോഫ്റ്റ് അപ്പമാണ്. നമുക്ക് ഇനി കറി ഒഴിക്കാതിരിക്കും. നമുക്ക് കുറച്ച് കറി ഒഴിച്ചു കൊടുക്കാം. എനിക്ക് കറിയൊന്നും കൂട്ടി കഴിക്കുന്നത് ഇഷ്ടമല്ല, അപ്പം ഞാൻ ഇത് കാണിക്കാൻ വേണ്ടിയിട്ട് ഒഴിക്കുന്നതാണ്. എനിക്ക് വെറുതെ ഇങ്ങനെ പഞ്ചസാര ഇട്ട് കഴിക്കാനാണ് ഇഷ്ടം. അപ്പം ഇന്നത്തെ നമ്മളെ വെള്ളയപ്പവും മുട്ടക്കറിയും എല്ലാവരും ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കോളൂ കേട്ടോ. നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. ടാറ്റാ, ബൈ ബൈ.